Hello. Good morning, Miss. Good morning. Good morning. Good Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning. So let's start with a prayer. Okay, ma'am. ഞാൻ പറയാം. Dear Lord, thank you for the gift of this new day. Please guide my steps, protect me from harm, and fill my heart with your peace and love. Help me to see your blessing in every moment, and may I serve others with kindness and grace. Amen. Yes, very good. നമ്മള് നല്ല ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോഴും ഒരു പ്രയർ നല്ലതാണ് അല്ലെ? നല്ലൊരു പ്രയർ ആയിരുന്നു. ആയിഷ അല്ലേ? ആയിഷ അല്ലേ പ്രയർ പ്രസന്റ് ചെയ്തേ? യെസ്. Yes, Miss. Yes, Miss. Okay. So like Ma'am, this. എന്റെ നെയിം റസീനയാണ്. ഐഷ എന്റെ മോളെ നെയിമാണ്. ഐഷ ഇസ് മൈ ഡോട്ടർ. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഐഷ കുട്ടിയുടെ പേരാണ് അല്ലേ? ആ കുട്ടിക്കും വോളിയം ഇല്ല. ഓളിയൂലിയ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ലോ സൗണ്ടാ. ആണോ? Wait. Sorry. ഒരു minute. Sound mute ചെയ്തിട്ട് നോക്കി ഓപ്പൺ ആക്കാം. ഞാൻ ഓൾറെഡി ഒന്ന് പോയിട്ട് ഓൺ ആക്കിയതായിരുന്നു. ഞാൻ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കാന്ന് പറഞ്ഞു ഞാൻ കേട്ടാ. ശരിയാണോ നോക്കിയടാ. ഇല്ല, ഞാൻ ഒന്നുകൂടെ കേറി നോക്കട്ടെ കേട്ടോ. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറയോ? കേൾക്കാനുണ്ട്. കേൾക്കാം മിസ്. ഓക്കെ. ഇതിനേക്കാളും കൂടുതൽ സൗണ്ട് എടുത്ത് ടീച്ചേഴ്സ് വന്ന് എന്നെ ഒച്ചയിട്ടാക്കും. അല്ലെങ്കിൽ ഓൾറെഡി ഇച്ചിരി ഒച്ച കൂടുതലാ. പിന്നെ തൊട്ടപ്പുറത്തെ ക്ലാസ്സുകളുണ്ട്. എന്തെങ്കിലും ഒരു ആവറേജ് സൗണ്ട് ഞാൻ എടുക്കുന്നുണ്ട്. സൗണ്ട് എടുക്കല്ല, സാധാരണ എടുക്കുന്ന എടുക്കുന്നില്ല. കാരണം ഈ ഒരു ക്ലാസ് ആയതുകൊണ്ടാണ്. ഈ ഒരു ക്ലാസ് വേറെ ക്ലാസ്സിലാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സൗണ്ട് എടുക്കും. അപ്പുറത്തെ ടീച്ചേഴ്സ് വേറെ ക്ലാസ് എടുക്കട്ടെ. അപ്പൊ ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. യെസ്. സോ പ്രയർ കഴിഞ്ഞു നമ്മുടെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമ്മളുടെ ഒരു പോർഷൻ കുറച്ചിട്ട് എടുക്കാനായിട്ട് നമുക്ക്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ എടുക്കുന്നതൊക്കെ വായിച്ചു നോക്കിയോ? അതൊന്നും അറിയട്ടെ. എല്ലാ ദിവസവും ക്ലാസ്സിൽ എടുക്കുന്നതൊക്കെ എല്ലാ ദിവസവും ശരി വായിക്കാൻ കിട്ടുന്നുണ്ടോ സമയം? വായിക്കാൻ കിട്ടുന്നുണ്ട് മാം. വായിച്ചു. വായിച്ച് നമ്മള് കിട്ടുന്ന സമയത്തൊക്കെ അതൊന്ന് വായിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പഠിക്കുമ്പോ എന്താ പറയാ, നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ആൻഡ് ഓൾസോ നമുക്കൊരു ജോലി, അതായത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നമ്മൾക്കൊരു ജോലിക്ക് കൂടി വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ട്രൈ ചെയ്യുന്നത് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതിനും കൂടി വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെറുതെ കിട്ടുന്ന സമയം ഇച്ചിരി നേരമൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചു നേരമൊക്കെ നമ്മൾ പഠിച്ച് ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് നമുക്കത് സ്വന്തമായിട്ട് വായിച്ചു നോക്കുമ്പോഴും അത് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഓർമ്മയിലേക്ക്. ടീച്ചർ ഇന്നത് അതിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യമൊക്കെ വായിക്കാൻ പറയുന്നത് കേട്ടോ. ഒരു പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യമൊക്കെ വായിക്കാം. നമ്മളുടെ ചാപ്റ്ററിലേക്ക് ഒന്ന് പോട്ടെ. അപ്പൊ വായിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ആർക്കെങ്കിലും മനസ്സിലാവായികയുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ. ഫ്രാങ്ക് നിങ്ങള് എന്താ പറയാ, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോ ആകെ 3 ക്ലാസ്സിലാണ്. ഇപ്പൊ ഇന്ന് 4ാമത്തെ ക്ലാസ്സാണ് നമ്മൾ കയറുന്നത്. ഞാൻ കയറുന്നത് ബിക്കോസ് വൺസ് ഇൻ എ വീക്ക് ആണല്ലോ എനിക്ക് ക്ലാസ് ഉള്ളത്. ആകെ 4ാമത്തെ ക്ലാസ്സാണ്. മറ്റു ടീച്ചേഴ്സ് ചിലപ്പോ 6-8 ക്ലാസ് ഒക്കെ ചിലപ്പോ എടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ ആകെ എടുത്തിരിക്കുന്നത് ഇന്ന് 4ാമത്തെ ക്ലാസ്സിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം എത്രത്തോളമാണ് ഞാൻ എടുക്കുക എന്നുള്ളത് അല്ലെ? നമുക്കൊരു ദിവസം മാത്രമേ ഒരു ആഴ്ചയിലുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതില് ഒരു ആദ്യത്തെ ക്ലാസ് നമ്മൾ പരസ്പരം അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ? അങ്ങോട്ട് പരിചയപ്പെട്ടല്ലേ? ചോദിച്ചപ്പോ നിങ്ങൾ ആരാണ്, ഞാൻ ആരാണ്, നമ്മള് ഷെയർ ചെയ്തു. നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിരുന്ന് ഷെയർ ചെയ്ത് കേട്ടു.
അതൊക്കെയാ ചെയ്യുന്നത്. പിന്നെ 2 ക്ലാസ്സുകളാണ്. അത് 2 ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റേഴ്സിന്റെ അകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവായിട്ടുണ്ടോ? ടു ബി ഫ്രാങ്ക്, ഒളിച്ചു മറയൊന്നും വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ കുറച്ച് എടുക്കുമ്പോ അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്. അത്രയും ഭാഗം മനസ്സിലായോ, അത്രയും ഭാഗം മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ റെസ്പോൺസിന് പിടിച്ചിട്ടാണ് ഞാൻ അടുത്തടുത്ത പോയിന്റിലേക്ക് പോയത്. ഇൻ ബിറ്റ്വീനിൽ ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ ആ പോയിന്റ് ഒന്നുകൂടി പറയുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് 1-2 പ്രാവശ്യം കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരില്ല, അത് നേരത്തെ പറഞ്ഞപ്പോ കേൾക്കണമായിരുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, മനസ്സിലാവുന്നുണ്ട് മാം, എല്ലാം മനസ്സിലാവുന്നു. അതാണ് ചോദിക്കുന്നത്. അതാണ് എനിക്ക് അറിയേണ്ട കാര്യം. കാരണം നമ്മൾ ഫീഡ്ബാക്ക് കൂടി അറിയണമല്ലോ നിങ്ങളുടെ. ഞാനിവിടെ വന്നിരുന്നിട്ട് കുറെ ഇങ്ങനെ എന്തൊക്കെയോ അതോരാതിരുന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു അതിലൊരു കാര്യം എനിക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണ്. സ്പീഡ് ഞാൻ പറയുകയും ചെയ്തു. എന്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു. എന്റെ ഒരു വേ ഓഫ് ടോക്കിംഗ് അങ്ങനെയാണ്. എന്ത് കാര്യം സംസാരിച്ചാലും ഞാൻ അങ്ങനെ സ്പീഡിലായി പോകും. പറഞ്ഞു വരുമ്പോഴേ ഇങ്ങനെ എന്താ പറയാ ഇത്തിരി സ്പീഡ് കുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി കുറച്ചു നേരം കഴിയുമ്പോൾ അത് അങ്ങനെയായിരിക്കും. അത് എന്താണെന്ന് അറിയില്ല. കുറച്ച് കഴിയുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊരു സൊല്യൂഷൻ. ഞാൻ പരമാവധി ശ്രമിക്കാം. അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അതിന് യൂസ്ഡ് ടു ആകും. കാരണം നിങ്ങൾ മനസ്സിലാക്കും ടീച്ചറുടെ വേ ഓഫ് ടോക്കിംഗ് അങ്ങനെയാണ്. മറ്റേ ടീച്ചേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ചില ടീച്ചേഴ്സ് നിങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഓരോ വേർഡ് ഇങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട്. അത് അവരുടെ വേ ഓഫ് ടോക്കിംഗ് അല്ലെ. എല്ലാവരും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നേച്ചർ ഉള്ളവരും ഡിഫറെന്റ് വേ ഓഫ് പ്രസന്റിങ് സംതിങ് അവരെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ അപ്പോൾ പറയേണ്ട കാര്യം ഞാൻ ഇതാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ യു ഷുഡ് ആസ്ക് മീ. നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 1 or 2 or 3 മേ ബി 100 ടൈംസ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും. എന്നിട്ടേ പോകുള്ളൂ മുന്നോട്ട്. അത് പറയുന്നിടത്തോളം വരെ നിങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അറിയാൻ പറ്റുമോ? മനസ്സിൽ തുറന്നു നോക്കി എടുക്കാൻ എനിക്ക് പറ്റില്ല. അതെനിക്ക് അറിയില്ല. യെസ് ജോസ്മി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണ് കേറി തുടങ്ങിയത്. പറഞ്ഞോ. മനസ്സിലാവുന്നുണ്ട് മിസ്, എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മനസ്സിലായില്ലെങ്കിൽ മിസ് ഒന്നുകൂടി പറയുന്നുണ്ടല്ലോ, അത് കാരണം കുഴപ്പമില്ല. ആരും അങ്ങനെ 1-2 പേര് ചോദിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ. അപ്പൊ ഞാൻ അതിന് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അറിയണമല്ലോ. നിങ്ങൾ തന്നെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്കതിന്റെ എനിക്കൊരു കോൺഫിഡൻസ് വരിക. ബിക്കോസ് ഞാൻ പറയുന്നത് കുട്ടികളിലേക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് കൂടി എനിക്കറിയണ്ടേ. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇങ്ങനെ നമ്മുടെ ക്യാമറയൊക്കെ എന്താ പറയാ ഓണാക്കാതിരിക്കുമ്പോ നിങ്ങളുടെ ചിലപ്പോൾ നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ നേരിട്ടുന്ന ക്ലാസ്സിലെടുക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് എന്തോ കിട്ടിയിട്ടില്ലല്ലോ അല്ലെ. ആ മുഖത്തെ എക്സ്പ്രഷൻ വി ക്യാൻ ഫീൽ ഇറ്റ്, നമുക്കത് മനസ്സിലാക്കും. അപ്പൊ കാണുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒബ്വിയസ്ലി നമുക്ക് ഒന്നുകൂടി പറഞ്ഞു പോകും. മനസ്സിലായില്ല അവരുടെ മുഖത്തെ ആ എന്താ പറയാ വീണ്ടും മനസ്സിലാക്കാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ക്യാമറാസ് ഓഫ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാകില്ല. നിങ്ങൾക്ക് അത് കിട്ടിയോ ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലായോ ആ വേർഡ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നു, വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പൊ നിങ്ങൾ എന്റെ വഴിക്ക് വരാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വഴിക്ക് വരും. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് അല്ല എന്താ പറയാ, നിങ്ങൾ എന്നെ പേടിക്കൊന്നും വേണ്ട. ചിലപ്പോൾ ഇച്ചിരി വലിപ്പത്തിലോ ഇച്ചിരി സൗണ്ടിലോ ഒക്കെ ഇച്ചിരി വലിയ ഇതൊക്കെ തോന്നുമായിരിക്കും. അതൊന്നുമില്ല. നമ്മളൊക്കെ എല്ലാം ഒരു ഫാമിലി മെമ്പേഴ്സ് ആണ്. എവറിത്തിങ് യു ക്യാൻ ആസ്ക് ഓപ്പൺലി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, തുറന്ന് ചോദിക്കാം. ഒരു പേടിയും വേണ്ട കേട്ടോ. അപ്പൊ വായിച്ചപ്പോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഒരു ഇച്ചിരി കൂടി അങ്ങോട്ട് ബാക്കിയുള്ളൂ നമുക്ക് എടുക്കാനായിട്ട് അറിയുന്നത് അല്ലെ. കുറച്ചും കൂടി ഉള്ളൂ. അതിനുശേഷം നമ്മളുടെ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഞാൻ അത് കാണാനും കൂടി ഈഗറായിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ആരാണ് ഇന്നത്തെ ആ ഒരു ആളെന്നും കൂടി നമുക്ക് നോക്കണം. എല്ലാ ദിവസവും ലാസ്റ്റ് 10 minutes വിൽ ബി കെപ്റ്റ് ഫോർ ദാറ്റ്. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. 10 minute നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലെ. അതും വേണം, ഇതും വേണം, പഠിത്തവും വേണം വേണ്ടേ. പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും നമ്മളോട് ഷെയർ ചെയ്യാം. നമ്മളിവിടെ വേറെ ആളുകളൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന ഒരു ഫാമിലിയിലെ ആളുകളാണെന്ന് വിചാരിക്കാം. നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും, എന്നെ പോലെ തന്നെയാണ് നിങ്ങളും. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം. ഇനി ഒരു 10 മാസക്കാലം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടവരല്ലേ.
അപ്പൊ പിന്നെ നമ്മള് മനസ്സിൽ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ്. അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ന്യൂട്രീഷനും മാൽന്യൂട്രീഷനും അവിടെയാണ് നിർത്തിയത് ലാസ്റ്റ് അല്ലെ. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രീഷന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന പല കാര്യങ്ങളാണ്. സോ അല്ലെ, മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അതാ, അതായത് നമ്മുടെ ന്യൂട്രീഷന്റെ അഭാവം, അതായത് ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടാതെ വരുന്ന കാര്യങ്ങൾ. അത് വന്നു കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന ചില പ്രത്യേക അവസ്ഥകൾ. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിസിക്കൽ കണ്ടീഷൻ ആൻഡ് ഓൾസോ മെന്റൽ കണ്ടീഷൻ. ഈ പറയുന്ന പോഷകക്കുറവ് കൊണ്ട് നമുക്ക് ശാരീരികമായിട്ടുള്ള ചില പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അല്ലെ. ശാരീരികമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പോഷകക്കുറവിന്റെ ആ ഒരു ഇതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റുക, പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോഴൊക്കെ ഒരു ബാഡ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതിനൊക്കെ എന്തോ ഒരു അപാകത പറയില്ലേ, നിൽക്കുന്നത് എന്തോ ഒരു അപാകത ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ. ഇതൊക്കെ ന്യൂട്രീഷന്റെ അഭാവം കൊണ്ട് ഉണ്ടാക്കുന്നതാ. പിന്നെ മാത്രമല്ല എന്താ പറയാ, വെളുത്ത് വിളറിയിരിക്കുന്ന മീൻസ് ദർ ഇസ് നോ ഇനഫ് ബ്ലഡ്. ബ്ലഡിന്റെ അളവ് അധികം ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ മുഖം ഇങ്ങനെ പെയിൽ ആയിട്ടിരിക്കുക, ഇത് വിളറിയ പോലെ ഇരിക്കുക. പിന്നെ എന്താ പറയാ, എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ വടി പിടിച്ചിരിക്കണം എന്ന് തോന്നും, തൂങ്ങി പിടിച്ചിരിക്കണം എന്ന് തോന്നും. പിന്നെ ഈസി ഫാറ്റിക്, എളുപ്പം ക്ഷീണം തോന്നുക ശരീരത്തിന്. അപ്പൊ ഇത്തിരി എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അവശതയായി പോലെ കുറച്ച് കാര്യം ചെയ്യുന്നു, പക്ഷെ ഈസി ഫാറ്റിക് ആണ്, പെട്ടെന്ന് നമുക്ക് ക്ഷീണം തോന്നുക. ദിസ് ഇസ് ഓൾ ഡ്യൂ ടു മാൽന്യൂട്രീഷൻ. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. സമൃദ്ധമായി എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട്, അറ്റ് പർട്ടിക്കുലർ ഏജസ്. ഓരോ പ്രായത്തിലും അതിനനുസരിച്ചുള്ള അളവിന് അനുസരിച്ച് നമ്മൾ കഴിക്കണം. പിന്നെ ഓൾസോ വി ഹാവ് ടു ബി അവയർനെസ് ഓഫ് ദിസ് ഇസ് എപ്പോഴും രോഗിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുക, ഞാൻ രോഗിയാണ്, എനിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് തോന്നുക സ്വയമായിട്ട്. പിന്നെ കണ്ണിന്റെ കാഴ്ച കുറവ്, പിന്നെ വെയിറ്റ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഫിസിക്കൽ കണ്ടീഷൻസ് ആണ്. ഇതിന്റെ മാൽന്യൂട്രീഷൻ കൊണ്ടുണ്ടാകുന്ന ഫിസിക്കൽ കണ്ടീഷൻസ് ആണ്. ആൻഡ് മെന്റൽ കണ്ടീഷൻസിലേക്കും ചിലപ്പോഴൊക്കെ പോകാറുണ്ട്. അതെന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയാ, എപ്പോഴും ഇങ്ങനെ ഒരു ചതഞ്ഞ മട്ട് അല്ലെ, ഒരു ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട്. ഡ്രൗസിനെസ് മീൻസ് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കുക അല്ലെ. ഡ്രൗസിനെസ് ഇങ്ങനെ എന്താ പറയാ, മൂടലായിട്ട് അതന്നെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് പോലെ, ഒന്നിലും താല്പര്യമില്ലായത ഇരിക്കുക. അത് തന്നെയാണ് ഈ പാസീവ്നെസ് തന്നെയാണ്. എന്താണ് പറയാ, ഉറക്കം വരിക, എപ്പോഴും ഒരു ഉറക്ക ഫീലിംഗ് ആണ്. അതാണ് ഡ്രൗസിനെസ്. പാസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മട്ടില്, അതായത് ഏത് മട്ടില്, ആക്റ്റീവ് അല്ലാത്തൊരു, ആക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ആക്റ്റീവായിട്ട് എന്ത് കാര്യം പറഞ്ഞാൽ ചാടി എന്ന് ചെയ്യും. പക്ഷെ ചില ആൾക്കാർ പാസീവ് ആണ്, എന്ന് വെച്ചാൽ ആബ്സെന്റ് മൈൻഡഡ് ആണ്. ആളവിടെ ഉണ്ടോന്ന് വെച്ചാൽ ശരീരം കൊണ്ട് മാത്രമുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് ഇവിടെയും ഇല്ല. അതായത് ഇങ്ങനെ ഒരു താല്പര്യവും ഒന്നിലും കാണിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ മെമ്മറി ലോസ് ആകും, എന്താ പറയാ, ഓർമ്മക്കുറവ്, ഗ്ലൂമിനെസ്, ഇത് ഗ്ലൂമി ആയിട്ട് ഇരിക്കുക, സാഡ് മൈൻഡഡ് ആയിട്ട്. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവില്ല, സ്ലോ കോംപ്രഹെൻഷൻ ആണ്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിനെ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഗ്രഹിക്കാനുള്ള ഒരു മന്ദത, അതുപോലെ തന്നെ എന്താ പറയാ, ഇറിറ്റേഷൻ, പല കാര്യങ്ങൾക്കുള്ള ഇറിറ്റേഷൻ, ലാക്ക് ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, ചെയ്യുന്ന കാര്യങ്ങൾ കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാതിരിക്കുക, ഇതൊക്കെ മാൽന്യൂട്രീഷന്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. സോ അടുത്തതിലേക്ക് പോകാം. ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. ബാലൻസ്ഡ് ഫുഡ്, ബാലൻസ്ഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തുല്യമാകുക, ബാലൻസ്ഡ് ആകുക അല്ലെ. ഇപ്പൊ കൊമേഴ്സ് ഒക്കെ പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ പറയും, ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഇതിന്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ബാലൻസ്ഡ് ആകണം. ദാറ്റ് മീൻസ് ഇതിന്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടാലി ആകണം എന്ന് പറയും അല്ലെ. ബാലൻസ്ഡ് ആകുക എന്ന് വെച്ചാൽ ഈ ഒന്ന് മറ്റൊന്നിന് ഈക്വൽ ആകുക, അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് എന്ന് വിളിക്കുക. സോ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ പല പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇറ്റ് റിക്വയർസ് സം ന്യൂട്രിയൻസ്, അതിനകത്ത് ആവശ്യത്തിന് ന്യൂട്രിയൻസ് വേണം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത്. അതിന് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ കലോറി വാല്യൂ. നമുക്കൊരു കഴിക്കുന്ന ഫുഡ് അത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ബോഡി പാർട്സിനെയൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഇത്ര കലോറി വാല്യൂവിലാണ് നമ്മൾ ഫുഡിനെ എന്താ പറയാ മെഷർ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ദി ചാപ്റ്റർ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ഒരു നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് കഴിക്കുന്നത് എത്രത്തോളം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ആ ന്യൂട്രിയൻസ് അത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ കഴിക്കുന്ന ഫുഡിന്റെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത് കലോറീസിലാണ്.
അപ്പൊ കലോറി വാല്യൂസും അതുപോലെ തന്നെ റിക്വയർഡ് ന്യൂട്രിയൻസും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുമ്പോഴാണ് എന്തെന്ന് വിളിക്കാം നമ്മൾ അതിനെ ഒരു ബാലൻസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് എന്ന് വിളിക്കാം. അപ്പൊ ബാലൻസ്ഡ് ഡയറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് എപ്പോൾ തുടങ്ങിയാന്ന് അറിയാമോ? ഫ്രം ദ ഏജ് ഓഫ് ഗ്രോയിങ്, വളർച്ച തുടങ്ങുന്ന അതേ സമയം മുതൽ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നെസസറി ഫോർ എവറി ഗ്രോയിങ് ചിൽഡ്രൻ. വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് അത്യാവശ്യമാണ് ബാലൻസ്ഡ് ഫുഡ്. അതിനു വേണ്ടിയിട്ടേ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇവിടെ ഒരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഏകദേശ കണക്കാണ് കേട്ടോ, കറക്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ്, അല്ലാണ്ട് കൃത്യമായിട്ട് അക്യുറേറ്റ് വാല്യൂസ് അല്ല. ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു 400 കലോറീസ് ഓഫ് പ്രോട്ടീൻസിന്റെ അളവ് എത്ര കലോറിയിലാണ് വേണ്ടത്? 400 കലോറി. 400 കലോറി പ്രോട്ടീൻസ്, ഒരു 900 കലോറീസ് ഓഫ് ഫാറ്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് 900 കലോറീസ് ഓഫ് ഫാറ്റും ആൻഡ് 1700 കലോറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സും 1700 കലോറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സും ഇത്രയും അടങ്ങുന്നതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ്. ഒരു കണക്കെടുപ്പുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു റഫ് ഫിഗർ, ഏകദേശം കണക്കെടുക്കുമ്പോൾ വേണ്ടത് ഇത്രയാണ്. ഇത്രയും തന്നെ എല്ലാ ദിവസവും അളന്നു നോക്കി നമുക്ക് കഴിക്കാൻ പറ്റുമോ ഫുഡ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മള് ഓരോ ദിവസവും കഴിക്കുന്ന ഫുഡില് അയ്യോ ഇതിനകത്ത് 900 കലോറീസ് ഓഫ് ഫാറ്റ് ഉണ്ടോ, 700 അല്ലെങ്കിൽ 400 കലോറീസ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടോ, 1700 കലോറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടോ, ഇതൊക്കെ തൂക്കി നോക്കി നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റിന് നമ്മൾ കഴിക്കേണ്ട ഫുഡിൽ നമുക്ക് കിട്ടേണ്ടത്. സോ വൈൽ വി ആർ സെലക്ടിങ് അവർ ഫുഡ് ഐറ്റംസ്, അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്തുള്ള കലോറി വാല്യൂസും നോക്കണം. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ലുക്ക് ഫോർ ദ ന്യൂട്രീഷണൽ വാല്യൂ. അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം ന്യൂട്രീഷൻ നമ്മുടെ ബോഡിക്ക് കിട്ടും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ കൊച്ചുകുട്ടികളോട് പറയാ, എന്ത് അവരാണ് ഈ ഫുഡ് കഴിക്കാനൊക്കെ എന്താ പറയാ ഒരു മടി കാണിക്കുന്നവര് അല്ലെ. ചില ഫുഡുകൾ മാത്രം അവർ ഏതു നേരവും പ്രിഫർ ചെയ്യും. ദാറ്റ് മീൻസ് എന്താണ്, ഏതു നേരവും വേണമെങ്കിൽ ഇന്ന ഐറ്റം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണെങ്കിൽ അവർക്ക് എത്ര സമയം കൊടുത്താലും അവരത് കഴിക്കും. പക്ഷെ ചിലതിനോട് അടുത്തേക്ക് പോലും പോകില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് എവിടെയെങ്കിലും പാത്രത്തിന്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ വെക്കും, അല്ലെങ്കിൽ അവിടെ മാറ്റി വെക്കും. അയ്യോ അത് വേണ്ട, അത് വേണ്ട അല്ലെ, അതിനകത്ത് ഗ്രേവി മാത്രം മതി അല്ലെ, അത് മാത്രം എടുത്തത് കഴിക്കുക, ചില ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റി വെക്കുക, ഇതൊക്കെ. പക്ഷെ ഒരു ഫുഡ് ഐറ്റംസിൽ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ കലോറീനെ മാത്രം നമ്മൾ നോക്കിയിട്ടല്ല, ന്യൂട്രീഷണൽ വാല്യൂ എത്രത്തോളം ഉണ്ട് അതുകൂടിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ വൺസ് ഇൻ എ വീക്ക് ഒക്കെ എന്താ പറയാ ഫിഷ് ഐറ്റംസ്, വൺസ് ഇൻ എ വീക്ക് മീറ്റ് ഐറ്റംസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ എന്താ പറയാ സിറിയൽസ്, നമ്മൾ കഴിക്കുന്ന പരിപ്പും പയറ് വർഗ്ഗങ്ങള്, ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യണം, ചേർത്ത് കൊടുക്കണം. അത് മോസ്റ്റ്ലി അത് ഏറ്റവും ഇമ്പോർട്ടന്റ് കുട്ടികൾക്കാണ് നമ്മളത് കൊടുക്കേണ്ടത്. ബിക്കോസ് ദേ നീഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ഫോർ ദെയർ പ്രോപ്പർ ഗ്രോത്ത്. കാരണം അവരുടെ ശരിയായ വളർച്ചയ്ക്ക് അവർക്ക് എന്ത് വേണം? ഈ പറഞ്ഞ കലോറീസും അതുപോലെ തന്നെ ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും അത്യാവശ്യത്തിന് വേണം, വേണ്ടേ? അല്ലെങ്കിൽ പ്രോപ്പർ രീതിയിൽ വളരും പക്ഷെ ആ വളർച്ച ശരിയായ രീതിയിലാവില്ല എന്ന് മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള രോഗങ്ങൾക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറയാ എന്തെങ്കിലും രോഗങ്ങൾ കയറി പിടിക്കുന്ന ഒരു ശരീരപ്രകൃതിയോ ഒക്കെ ആയിട്ട് മാറും. മാത്രമല്ല ബോഡിയുടെ എന്താ പറയാ വളർച്ച നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ നോർമൽ കുട്ടികളുടെ ഇതുപോലെയും ആകില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? So that is called a balanced diet. That means calorie value plus nutritional value. ഈ രണ്ട് കാര്യം കൂടി ജോയിൻ ചെയ്ത് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫുഡിൽ നമ്മുടെ ക്രമീകരണങ്ങൾ കൂടി വരുത്തേണ്ടത്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഇതിനെ സംബന്ധിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ചിലപ്പോ നമ്മളെക്കാൾ നന്നായിട്ട് എന്തെങ്കിലും ഇതുമായിട്ട് ചിലപ്പോ ചില കുട്ടികളിൽ ആരെങ്കിലും ഒക്കെ ഹെൽത്ത് സെന്റേഴ്സുമായിട്ട് തൊട്ടടുത്ത് എന്താ പറയാ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവരോ. ഇപ്പൊ ഹെൽത്തിൽ നിന്നൊക്കെ നമുക്കറിയാം കൊച്ചുകുട്ടികൾക്കൊക്കെ ഇപ്പൊ നമ്മള് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ മുതല് കുഞ്ഞ് ജനിച്ച് ഒരു ഇച്ചിരി ഒരു വയസ്സാകുന്നത് വരെയൊക്കെ ഹെൽത്തിൽ നിന്നൊക്കെ നമുക്ക് കുറെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ അമ്മയ്ക്ക് കൊച്ചിനൊക്കെ വേണ്ടി കൊടുക്കാറുണ്ട്. നിങ്ങളുടെയൊക്കെ അവിടെ ഉണ്ടോ അങ്ങനെ ഹെൽത്ത് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചിലപ്പോ പയറൊക്കെ ഇട്ടിട്ടുള്ള ചില ഐറ്റംസ്? എന്തിനാ കൊടുക്കുന്നത്? നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിട്ടാണോ? തീർച്ചയായിട്ടും അത് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇന്ന ഐറ്റംസ് നമ്മൾ നമ്മുടെ ഫുഡിന്റെ അകത്ത് എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതും കൂടി ബോധ്യപ്പെടുത്താനാണ്.
എന്താ പറയാ അവിടെ നിന്ന് എന്താ പറയാ ഉപ്പുമാവ്, അതിനകത്ത് അവര് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഉപ്പുമാവ് കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി, അതുപോലെ തന്നെ കശുവണ്ടി, അങ്ങനെയുള്ള സാധനങ്ങൾ കൂടിയൊക്കെ ചേർത്തിട്ടുള്ള ഉപ്പുമാവൊക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലെ. പിന്നെ മുട്ട, പാല്, ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ അവരുടെ ബോഡിക്ക്, കാരണം അത്തരം സാഹചര്യങ്ങളില് ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകള്, കുട്ടികളൊക്കെ ആകുമ്പോൾ അവരുടെ ബോഡിയും കുറെ വീക്കാണ്. ബിക്കോസ് അവര് അവരുടെ എന്താ പറയാ ബ്ലഡും മറ്റുമൊക്കെ ഒരു കുഞ്ഞിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അവരെ ഇതിൽ നിന്ന് ഇനി ഒരു നല്ലൊരു ഇതായിട്ട് പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ദേ ഓൾസോ നീഡ് ന്യൂട്രീഷ്യസ്. അവർക്കും ഇത്തരം ന്യൂട്രിയൻസ് കൂടുതൽ അടങ്ങിയ ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ കുട്ടിക്കും കീടവളർച്ച ഒപ്പം തന്നെ നിങ്ങൾക്ക് കാലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഇതുപോലുള്ള ചില കുട്ടികൾക്ക് അമൃതം പൊടി ഓരോ കുട്ടികളൊക്കെ ഇത് കിട്ടുന്നില്ലേ, അതിനകത്ത് അമൃതം, അതിനകത്തും കുറെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ആ ഒരു പൗഡറാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ, കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ കലോറീസ് ഒക്കെ നല്ല റിച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡ് വേണ്ടിയിട്ടാണ് അത് ആ ഒരു കുട്ടി കൊടുക്കുന്നത്. അത് കുട്ടികൾക്കൊക്കെ എന്താ പറയാ കുറുക്കിയായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗ്രോയിങ് ചിൽഡ്രൻ റിക്വയർ സച്ച് ന്യൂട്രീഷ്യസ്, അവർക്കപ്പം വേണ്ടത് ഓരോ വളരുന്ന കുട്ടികൾക്കും നല്ല ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡാണ്, ബാലൻസ്ഡ് ഡയറ്റ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ. ഇതില് ആ ഒരു വാല്യൂസ് ഇല്ലേ, ഒരു ബാലൻസ്ഡ് ഡയറ്റിന് ഒരു ഏകദേശം ഒരു റഫ് കണക്ക് അവർ തന്നിട്ട് 400 calories of protein, 900 calories of fat, 1700 calories of carbohydrates പറഞ്ഞിട്ടില്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ഏകദേശം ഒരു കണക്കാണ് എങ്കിലും അതൊരു ബാലൻസ്ഡ് ഡയറ്റിന് വേണ്ട ഒരു ചാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. വായിക്കുമ്പോൾ കുറച്ചുകൂടി ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി തന്നിരിക്കുന്ന ഒരു ടേബിളാണ്. ഈ ടേബിളും ഇതൊരു റഫ് ഫിഗർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അത് കാണാനൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചാർട്ട് ഇതുപോലത്തെ ഒരുപാട് എന്താ പറയാ ചാർട്ടുകൾ നിങ്ങൾ എന്താ പറയാ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ബാലൻസ്ഡ് ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ഇന്ന ഐറ്റംസ് എത്ര എത്രയൊക്കെ കഴിക്കണം എന്നുള്ളത് അതിന്റെയൊക്കെ ചാർട്ട് ഇഷ്ടംപോലെ നമുക്ക് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ വയ്ക്കുക. അങ്ങനെ ഒരു ചാർട്ടൊക്കെ തയ്യാറാക്കിയൊന്നും നമ്മളൊന്നും കുട്ടികൾക്ക് ഭക്ഷണം ഒന്നും കൊടുക്കാറില്ല. അത് എത്ര നന്നായി കുട്ടികളെ നോക്കുന്നവരാണെങ്കിലും. പക്ഷെ എങ്കിലും നമ്മൾ എങ്കിലും ശ്രദ്ധിക്കൂലേ, എന്ത് ഒരിക്കലും കുട്ടിക്ക് ഇതേ ഇന്നത് കൊടുക്കണം അല്ലെ, ആ കുട്ടിക്ക് ഇന്നത്തിന്റെ കുറവ് വരാൻ പാടില്ല. അപ്പൊ അത് നമുക്ക് അറിയാം. കുട്ടികൾക്ക് ഇപ്പൊ പയർവർഗ്ഗങ്ങൾ കൊടുക്കണം, പരിപ്പ് വർഗ്ഗങ്ങൾ കൊടുക്കണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊടുക്കണം, കുറച്ച് മീൻ, അവരുടെ ആ ഒരു ഏജ് ഇങ്ങനെ കൂടുതൽ ഉയർന്നു വരുമ്പോഴും അതിനനുസരിച്ച് നമ്മൾ അവരുടെ ഫുഡിന്റെ ഇതില് ചാർട്ടിൽ മാറ്റങ്ങൾ വരുത്തും ഇല്ലേ. ആ മാറ്റങ്ങൾ നമുക്കറിയാം. അതിന് വലിയ കാര്യമായിട്ട് നമ്മൾ ഈ ചാർട്ട് മാത്രം എടുത്ത് വെച്ച് നോക്കിയത് ഇന്ന് എത്ര പൾസസ് കഴിച്ചു, ഇന്ന് എത്ര സിറിയൽസ് കഴിച്ചു എന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അറിയാം, വി നോ ദാറ്റ്. ഇടയ്ക്ക് സൗണ്ട് ക്ലിയർ ആവുന്നില്ല ഇല്ലേ? അങ്ങനെ ഉണ്ടോ ആർക്കെങ്കിലും? ഓ ഇല്ല മിസ്, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഇടയ്ക്ക് ഉണ്ടോ, കട്ടാവുണ്ടോ? ക്ലിയർ ആവുന്നില്ല, വ്യക്തമാവുന്നില്ല പറയുന്നത്. ആണോ? ക്ലിയർ ആവാത്തതിന്റെ കാരണം എന്താണോ? ക്ലിയർ ആകുന്നുണ്ടെന്ന് റംസി പറയുന്നു. ചിലർക്കാണോ കുഴപ്പം? ഈ ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്നവരാണെങ്കിൽ കുറച്ച് എവിടെയെങ്കിലും കുറച്ചൊന്ന് മാറി ഇരുന്ന് നോക്കാമോ? കുറച്ചിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലത്തിരിക്കുന്നവർക്ക് ചിലപ്പോ സൗണ്ട് ക്ലിയർ ആയില്ല എന്ന് വരും. വേറെ ആരെങ്കിലും ഒന്ന് പറയൂ, ക്ലിയർ ആണ് എന്നുണ്ടവര്, ക്ലിയർ ആയിട്ട് കേൾക്കുന്നവരൊന്ന് പറയോ? ഇപ്പൊ ക്ലിയർ ആണ്. ക്ലിയർ ആണ് മാഡം. ക്ലിയർ ആണല്ലേ? ഓക്കെ ഓക്കെ. അതെ അതെ. ഓക്കെ, അപ്പൊ ഒന്ന് മാറി ഇരുന്ന് നോക്കണേ. ചിലപ്പോഴൊക്കെ റേഞ്ചിന്റെ ഒരു ഇതുകൊണ്ട് ഇഷ്യൂ ഉണ്ടേ, നമ്മളുടെ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോ ഇങ്ങനെ സൗണ്ട് ഒക്കെ പകരോ അങ്ങനെയൊക്കെ പോകും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഫുഡ് സ്റ്റഫും അത് ഡിഫറെന്റ് ഏജസിൽ 1 to 3 years 4 to 6 years വരെയുള്ള ആ സമയങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ ഫുഡ് ഐറ്റംസിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ഇത്ര അളവിൽ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു ചാർട്ടിന്റെ എക്സാമ്പിൾ തന്നേക്കാണ്. പൾസസ് 150 grams, അത് 4 to 6 ഏജ് ആവുമ്പോൾ 200 grams, അങ്ങനെയൊക്കെ അതൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അത് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇൻഫോർമേഷന് വേണ്ടിയിട്ട്
കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡിഫറെന്റ് ചാർട്ട്സ് നിങ്ങൾക്ക് മനസ്സിലായി. അതിനകത്ത് കുറച്ച് ഐറ്റംസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഗ്രീൻ വെജിറ്റബിൾസ്, മറ്റു വെജിറ്റബിൾസ്, പിന്നെ ഫ്രൂട്ട്സ്, മിൽക്ക്, ഓയിൽ ആൻഡ് ഫാറ്റ്, മീറ്റ്, ഫിഷ്, പിന്നെ ഷുഗർ ആൻഡ് ജാഗറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രാമുകൾ വീതമൊക്കെ കുട്ടികളുടെ ഫുഡ് ഐറ്റംസിൽ നമ്മൾ ചേർക്കണം എന്നുള്ളതാണ്. അതൊരു പ്രീ സ്കൂൾ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ചാർട്ട് മാത്രമാണ്. നമുക്കറിയാലോ പണ്ടൊക്കെ സ്കൂളിൽ ചേർത്തിരുന്ന പ്രായം എത്രയാ? പണ്ട് എന്ന് പറഞ്ഞേ 5 വയസ്സ് 6 വയസ്സ് 5-6 വയസ്സാണ്. 5-6 വയസ്സാണ് പണ്ട് ഉണ്ടാവും. പണ്ട് പറഞ്ഞിരിക്കുന്ന പ്രീ സ്കൂൾ ഒരു ടൈമിലുള്ള ബാലൻസ്ഡ് ചാർട്ട് ഡയറ്റാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഒരു ചാർട്ടാണ്. പക്ഷെ ഇപ്പൊ ഒക്കെ സ്കൂളിലെ കുട്ടികൾ എപ്പോഴൊക്കെ ചേർക്കും? 2.5 3 2.5 മുതൽ അങ്ങോട്ട് ചേർക്കും. 2.5 മുതൽ അരികത്ത് എവിടെയെങ്കിലും മൂലക്ക് ഇരുത്തിക്കോണ്ട കൊച്ചിനെ. കാരണം ആ കൊച്ചിനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി സ്കൂളിൽ. എന്നിട്ട് വേണം അടുത്ത 3 വയസ്സ് അങ്ങനെ ആകുമ്പോഴേക്കും കുട്ടീനെ ചെയ്യുന്നതായിരുന്നു. അതന്നെ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും കുട്ടി ആ സ്കൂളായിട്ടും സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടൊന്ന് ഇതാവട്ടെ. കാരണം അല്ലെങ്കിൽ LKG ചിലപ്പോൾ തുടങ്ങി കുട്ടികൾക്ക് കുറെ ഉണ്ടല്ലോ പഠിക്കാൻ. അപ്പൊ അതുങ്ങൾ ഈ പഠിക്കാനുള്ള ടീച്ചർമാരെ കാണുമ്പോ എല്ലാം കൂടി പേടിച്ച് അരണ്ട് കരയുകയൊക്കെ ചെയ്യും. അപ്പൊ കരച്ചിലൊക്കെ ഒന്ന് ഒഴിവാക്കാൻ തുടക്കം തന്നെ എന്ത് ചെയ്യും? ചിലപ്പോ 2:30 ആവുമ്പോഴേക്കും കൊണ്ടുപോയി അങ്ങോട്ട്. നമുക്ക് 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ തൊട്ട് മോണ്ടിസോറി ചേർക്കാവോ? എന്നോട് ഇങ്ങനെ ഒരാൾ 6 മാസമുള്ള കൊച്ചുങ്ങളെ തൊട്ട് മോണ്ടിസോറി കൊണ്ടാക്കാവുന്നു. മോണ്ടിസോറി സ്കൂളിൽ കൊണ്ടുപോയാക്കാന്ന് 6 മാസം കുട്ടീനെയോ? അങ്ങനെ ആക്കാൻ പറ്റില്ല. ഡേ കെയറിലായിരിക്കും. വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ഡേ കെയറിൽ കൊണ്ടാക്കും. 6 മാസമുള്ള കുഞ്ഞുങ്ങൾ ഡേ കെയറിൽ നോക്കും. അതാക്കുന്ന വെച്ചാലില്ലേ ഇപ്പൊ എന്താ പറയാ വർക്കിംഗ് പാരന്റ്സ് ആണെങ്കില് ജോലിയുണ്ട്, വീട്ടില് വേറെ ഗ്രാൻഡ് പാരന്റ്സോ അല്ലെങ്കിൽ മറ്റാരും നോക്കാനൊന്നും ഇല്ല. അപ്പൊ നമുക്കറിയാം ഒരു മെറ്റേണിറ്റി ലീവ് ഒക്കെ ഇത്ര ദിവസമൊക്കെ കിട്ടുള്ളൂ. ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അവര് പ്രഗ്നൻസി പീരീഡ് തുടങ്ങി അവരെ കഴിഞ്ഞ സമയത്ത് മെറ്റേണിറ്റി പീരീഡ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു ലീവൊക്കെ ഇത്ര ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്ര മാസമൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് മാം. രാവിലെ മോർണിംഗ് ഒരു 7 മണി തൊട്ട് നൈറ്റ് 9 മണി വരെ നോക്കും. അതെ അതെ, അങ്ങനെയൊക്കെ നോക്കും. അത് കഴിഞ്ഞ് അപ്പൊ പിന്നെ അവർക്ക് പിന്നെ ജോലി പോകും. ജോലിയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇറ്റ്സ് വെരി നെസസറി. ഇന്നത്തെ കാലത്ത് ഒരു ജോലി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടുപേർക്കും. അപ്പൊ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ജോലി പൊക്കോട്ടെ, കൊച്ചിനെ നോക്കണം എന്ന് വിചാരിച്ചു റിസ്ക് ചെയ്യണം നമ്മുടെ ജോലിനെ. പക്ഷെ അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ ചെറിയൊരു ഒരു സമയത്തിന് വേണ്ടിയിട്ട് അത്രയും വലിയൊരു കാര്യം നമ്മൾ റിസ്ക് ചെയ്യുന്നത് ബുദ്ധിയാണോ? അങ്ങനെ ചിന്തിക്കും ആൾക്കാർ. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഇപ്പൊ മോണ്ടിസോറി ടീച്ചറായിട്ടൊക്കെ ഞങ്ങളൊക്കെ ഇനി കയറുവാണെങ്കിൽ ഞങ്ങൾക്ക് എത്ര വയസ്സ് വരെയൊക്കെ മോണ്ടിസോറി സ്കൂളിൽ ജോലി ചെയ്യാം? നമ്മളുടെ സാധാരണ ഏജ് എത്രയാണ്? നമ്മളുടെ സാധാരണ ഒരു റിട്ടയർമെന്റ് ഒക്കെ ഏജ് എത്രയാണ്? 56 ഗവൺമെന്റ് 56-58 ഒക്കെയാണ്. നമ്മളിപ്പോ മോണ്ടിസോറി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പൊ പ്രൈവറ്റ് സ്ട്രോങ് ആണ്, നമ്മൾ ഹെൽത്തി ആണ് എന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമില്ല. അതല്ലാത്ത ഓരോ ചില രോഗങ്ങളും ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ ആകുമ്പോ ആ ഒരു ഏജ് ഒക്കെ തന്നെ ഉണ്ടാവും. എത്രത്തോളം ഹെൽത്തിയാണ്. ചില ആളുകൾ ശേഷം ഹൃദയത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, അതറിയോ അല്ലെ? റിട്ടയർ ചെയ്തു, പക്ഷെ ചിലപ്പോ സ്കൂളിലോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടെ സേവനം ഇനിയും ആവശ്യമുണ്ട് എങ്കിൽ അവർ വിളിക്കും. അപ്പൊ ഒരു ഓണററിയാണ് അവർക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് ജോലിക്ക് വരുന്നത് എന്താ പറയാ ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോ എല്ലാവരും റിട്ടയർമെന്റ് പ്രായമാകുമ്പോഴേക്കും എന്താ പറയാ വയസ്സായി അല്ലെങ്കിൽ ഭയങ്കര ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എല്ലാവരും ആകുന്നില്ല. 60 വയസ്സിലൊക്കെ സ്ട്രോങ് ചില ആളുകളൊക്കെ കണ്ടാല് ഒരു ഏജ് ഈസ് എ നമ്പർ എന്ന് പറയുന്നത് പോലെ കണ്ടാൽ വലിയ പ്രായം തോന്നുന്നില്ല അല്ലെ? വെറുതെ പറയുമ്പോഴല്ലോ അറിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് അല്ലെ? എനർജറ്റിക് സ്മാർട്ട് അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോയാൽ കുറച്ച് നേരം കൂടിയും എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. പറയാലോ?
യെസ് മിസ്. Yes. അപ്പൊ നമുക്ക് ഈ കാണുന്നത് മലയാളത്തില് 7 ആണ്. ഒരു 7ാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ കയ്യില്. And the name of the chapter is healthcare. Healthcare. നമ്മളുടെ chapter. ഇത് കുറച്ചുകൂടി നേരത്തെ നമ്മൾ പഠിച്ചത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഫുഡിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ്, ദാറ്റ് മീൻസ് ഫുഡിന്റെ ഘടകങ്ങൾ, ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇങ്ങനെ പലതും. അതൊക്കെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഹെൽത്തുമായിട്ട് നേരത്തെ പഠിച്ച നമ്മുടെ ഡയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഫുഡില് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ മുതൽ കൊടുക്കുന്ന ഫുഡൊക്കെയാണ് ഏറ്റവും എന്താ പറയാ വളർച്ചയില്, അവർക്ക് വളരുമ്പോഴും അവരുടെ എന്താ പറയാ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ബുദ്ധിയുടെ വളർച്ചയ്ക്കും മാനസികമായ വളർച്ചയ്ക്കും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് വാട്ട് റിസീവ് അറ്റ് ഏർലി ഏജ്. ഏറ്റവും കുഞ്ഞിലെ തന്നെ അവർക്ക് കിട്ടിയ പ്രോട്ടീൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും ഒക്കെ ആണ് അവരുടെ ഈ പറഞ്ഞ ബുദ്ധിയുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യത്തിന് എന്തെങ്കിലും തരത്തില് കോട്ടം വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കും എന്ത് വിളിക്കും? രോഗി എന്നൊക്കെ അല്ലെ. അൺഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷൻസിലേക്കൊക്കെ പോകും. അപ്പൊ ഹെൽത്തിനെ കെയർ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഗ്രേഡ് 7 അതില് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം ആൻഡ് ഓൾസോ ഏറ്റവും ആദ്യം നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമ്മ്യൂണൈസേഷൻ. വാട്ട് യു മീൻ ബൈ ഇമ്മ്യൂണൈസേഷൻ? എന്താ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ? സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ്, പ്രതിരോധ കുത്തിവയ്പ അല്ലെ, ഇമ്മ്യൂണിറ്റി അല്ലെ. ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇമ്മ്യൂണൈസേഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് പ്രതിരോധ ശേഷി കുത്തിവയ്പ്പ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്താറില്ലേ? പ്രതിരോധ കുത്തിവയ്പ്പ് തുടങ്ങണേ എന്തെങ്കിലും നമുക്കൊക്കെ കുട്ടികളുള്ളവരുണ്ട് അല്ലെ, കുട്ടികൾ ഇച്ചിരിയൊക്കെ വലുതായവരുണ്ട്, ഇപ്പോഴും കുഞ്ഞു വാവുകളുള്ളവരുണ്ട്. ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കുത്തിവയ്പ്പുകൾ ശാസ്ത്രം വിച്ച് ഏജ്, ഏത് ഏജിൽ തുടങ്ങും? ജനിച്ചു കഴിഞ്ഞ കഴിയുമ്പോ തന്നെ, ജനനം കഴിയുമ്പോ തന്നെ കൊടുക്കുന്ന, അപ്പോഴേ തുടങ്ങി കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻസ് അപ്പോഴേ തുടങ്ങിയ ശേഷികള് കുത്തിവയ്പ്പുകൾ കൊടുക്കുന്നുണ്ട്. കാരണം ക്ലിയർ ആവുന്നില്ല. മനസ്സിലാവുന്നില്ല? ക്ലിയർ ആവുന്നില്ല. മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് അപ്പൊ ക്ലിയർ ആവും. ഇടയ്ക്ക് ആരെങ്കിലും ഓൺ ആക്കുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആകാത്തത്. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൺ മ്യൂട്ട് കൊണ്ട് നമ്മൾ ക്ലാസ് എടുത്തത്. കഴിഞ്ഞ എന്റെ 2 ക്ലാസ് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓൺ മ്യൂട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ആ ഓൺ മ്യൂട്ട് മാറ്റി നിങ്ങളോട് സംസാരിച്ചു അല്ലെ. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് വരും. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ആയോ? അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് ഇങ്ങനെ ക്ലാരിറ്റി കുറവ് വരും. കാരണം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഓൺ ആക്കുമ്പോൾ ആ എല്ലാ സൗണ്ടും കൂടി ചേർന്നിട്ട് ഒരു എക്കോ ഫീൽ വരും. അപ്പൊ നമുക്ക് എല്ലാം കൂടി കൂട്ടിമുട്ടാറില്ല, എല്ലാ സൗണ്ടും കൂടി അങ്ങോട്ട് കൂട്ടിമുട്ടുമ്പോ അതൊരു എക്കോ ആയിട്ട് മാറും, ചിന്നിച്ചിതറി. അപ്പൊ ആർക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. എന്തെങ്കിലും ചോദിക്കാനുള്ള ആള് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. നമുക്ക് ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ പല രീതിയിലുള്ള കുത്തിവയ്പ്പുകൾ, പ്രതിരോധ കുത്തിവയ്പ്പ്. നമുക്കറിയാം ഈ പ്രതിരോധിക്കാനുള്ള കുത്തിവയ്പ്പ് വരുമ്പോ തന്നെ കൊച്ചിന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനിച്ചു വരുന്നത് ഈ ഭൂമിയിലേക്കല്ലേ. ഈ ഭൂമിയില് ഈ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ ആ കൊച്ചിന് ചെറുക്കണം. ആ കൊച്ചിന്റെ ശരീരത്തിന് അതിനെയൊക്കെ എന്ത് ചെയ്യണം, ചെറുത്ത് അതിന് നല്ല രീതിയിൽ വളരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുട്ടി ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ വ്യത്യസ്തം തുടങ്ങിയപ്പോ ഓരോ ഇമ്മ്യൂണൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൊടുക്കുന്ന ചില ഇമ്മ്യൂണൈസേഷൻസ് ആണ് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിഫ്തീരിയ, പെർട്ടുസിസ് ആൻഡ് ടെറ്റനസ്. ഒന്നാമത്തേത് കൊടുക്കുന്ന കുത്തിവയ്പ്പുകളുടെ കൂട്ടത്തിൽ വരുന്ന പേരുകളാണ്. ഏതൊക്കെയാണ്? ഡിഫ്തീരിയ, പെർട്ടുസിസ് ആൻഡ് ടെറ്റനസ്. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താ അത്? വായില് പറഞ്ഞ വെള്ള. അതെ, തൊണ്ട അല്ലെ.
തൊണ്ടയില് സൈസ് മുള്ള് അങ്ങനെ എന്തോ ഒരു സാധനം വരാം. അത് വരുന്നത്, അത് വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഈ റെസ്പിറേറ്ററി ടിഷ്യൂസിലെ ശ്വാസം എടുക്കുന്ന അതിന്റെ ഉള്ളിലുള്ള കലകളൊക്കെ ഇല്ലേ, അതിന് പലതരത്തിലുള്ള ഡാമേജ് വരും ഈ തൊണ്ടമുള്ള് വന്നു കഴിഞ്ഞാൽ. അപ്പൊ തൊണ്ടമുള്ള്, അതാണ് അതിന്റെ പേര്. ഡിഫ്തീരിയന്റെ മലയാള വേർഡ് അതാണ്. അടുത്തത് പെർട്ടുസിസ് ആണ്, അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ് എന്ന് വിളിക്കും. ഇറ്റ്സ് ഓൾസോ നോൺ ആസ്, അതിന് പറയുന്നത് വൂപ്പിംഗ് കഫ് എന്നോ അല്ലെങ്കിൽ പെർട്ടുസിസ് എന്ന് വിളിക്കാം. മലയാളത്തിൽ അതിനെ വില്ലൻ ചുമ എന്ന് പറയും. ചുമ കേട്ടോ, വില്ലൻ ചുമ. ഈ വില്ലൻ ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ചുമച്ച് ആ ചുമ അവസാനിച്ച് കഴിയുമ്പോഴില്ലേ, നമ്മൾ ശ്വാസം എടുക്കുമ്പോ ഒരു വൂപ്പിംഗ് സൗണ്ട് വരും അവിടെ നിന്ന്, പോലെ. അത് തന്നെ, ഒരു സൗണ്ട് വരും ആ ശ്വാസം. അതാണ് ആ വൂപ്പിംഗ് കഫ് എന്ന് അതിന് പറയാൻ കാരണം. മനസ്സിലായോ? അപ്പൊ അതാണ്. അപ്പൊ അത്, പിന്നെ അതുപോലെ തന്നെ ടെറ്റ്നസ് അല്ലെങ്കിൽ ലോക്ക് ജോ, അതിന് മലയാളത്തിൽ പറയുന്നത് ധനുർവാദം അല്ലെങ്കിൽ കുതിര സന്നി എന്നാണ് വിളിക്കുക. ഇതെന്ന് പറയുന്നത് ഈ എന്താ പറയാ, ഒരു ക്ലോസ്ട്രീഡിയം ടെറ്റാനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ക്ലോസ്ട്രീനിയം ടെറ്റാനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിലെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചില വൂൺസ്, അതായത് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ടെറ്റാനി എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് ആ വൂൺസിലൂടെ, ആ മുറിവുകളിലൂടെ പ്രവേശിക്കും. അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്കറിയാം, കൊച്ചുകുട്ടികളാണ് പണ്ടത്തെ കാലത്തൊക്കെ കൊച്ചുകുട്ടികൾ, ഇപ്പൊ ഇതൊന്നും അധികം വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളും നമ്മൾ മണ്ണിലോ പൊടിയിലോ ചെളിയിലോ ഒന്നും ഇറങ്ങി നടക്കാനൊന്നും അനുവദിക്കുന്നില്ല, കുഞ്ഞുങ്ങളെയൊക്കെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അതുങ്ങളുടെ കാലിലും അതും ഇതൊക്കെ നമ്മൾ ഇട്ടിട്ടാണ് പുറത്തേക്ക് കയറുക. ഷൂ ഒക്കെ ചെറിയതിലേ തുടങ്ങി നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുക്കും. അപ്പൊ കാലിലൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ, പണ്ടത്തെ കുട്ടികൾ അങ്ങനെയൊന്നും അല്ലല്ലോ. പണ്ടൊക്കെ ജനിച്ചു കഴിയുമ്പോ അങ്ങനെ ഒരു ഇച്ചിരി ഇഴഞ്ഞൊക്കെ നടക്കാൻ പോകുമ്പോഴേക്കും അത് വിട്ടേക്കും. പണ്ടൊക്കെ ജനിച്ചു വളർന്ന കുറച്ച് കാലഘട്ടത്തിലേക്കൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിട്ടേക്കും. അപ്പൊ അതുങ്ങള് പൊടിയിലാണോ പോണേ, ചെടിയിലാണോ പോണേ, ആർക്ക് നേരത്തൊക്കെ നോക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുക. എവിടെയെങ്കിലും കയ്യിലോ കാലിലോ ഒക്കെ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഈ മുറിവിലൂടെ ബാക്ടീരിയാസ് നമ്മുടെ ബോഡിക്കകത്തേക്ക് പ്രവേശിച്ചുണ്ടാകുന്ന പല രോഗങ്ങൾ. അപ്പൊ അതൊക്കെയാണ് ടെറ്റനസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിഫ്തീരിയ, വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ പെർട്ടുസിസ് ആൻഡ് ടെറ്റനസ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻസ് ഉണ്ട്. ദീസ് ആർ 3 ഡിസീസസ്. ഇത് പല രീതിയിലുള്ള 3 രോഗങ്ങളാണ്. ഇതിനെ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ, ഇത് കൊടുക്കുന്ന ഷോട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് DPT ഷോട്ട് എന്ന് വിളിക്കും. DPT എന്താ? DPT, D ഫോർ ഡിഫ്തീരിയ, P ഫോർ പെർട്ടുസിസ് ആൻഡ് T ഫോർ ടെറ്റനസ്. ഇതിന് 3നും കൊടുക്കുന്ന, ഒരുമിച്ച് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ. അതാണ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൊണ്ടൊക്കെ ഇത്തരം തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഇന്ന് വന്ന് പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രിക്കോഷൻ, ഒരു മുൻകരുതൽ എന്നതുപോലെ എടുക്കുന്ന ഒരു ഷോട്ടാണ് DPT ഷോട്ട് എന്ന് പറയുന്നത്. ഈ DPT ഷോട്ട് എപ്പോഴാണ് കൊടുക്കുക? ഇനി when the baby completes its 6 weeks. കുഞ്ഞ് ജനിച്ച് 6 ആഴ്ച പ്രായമാകുന്നു. DPTയിലെ D ഡിഫ്തീരിയയും C എന്താ പറഞ്ഞത്? പെർട്ടുസിസ്. അവിടെ ഹെഡിങ്ങിൽ കൊടുത്ത കണ്ടാ, ഹെഡിങ്ങില് നോക്കിയേ, നോട്ടില്ല മൊബൈല്. ഈ ഡിഫ്തീരിയ, P പെർട്ടുസിസ്. നോട്ടില്ലേ? കയ്യില് കിട്ടിയില്ല ആ ബുക്ക്? ആരാ ചോദിച്ചത്? ചോദിച്ച ആൾക്ക് ബുക്ക് കിട്ടാത്ത ആളാണോ ചോദിച്ചേ? ഓക്കെ. അപ്പൊ എന്താ പറയാ, ആദ്യ കുഞ്ഞ് ജനിച്ച് ഒരു 6 ആഴ്ച പ്രായമാകുന്നു. 6 ആഴ്ച 6 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കാണ് അതിനകത്ത് ആദ്യം കൊടുക്കുക. അതിനുശേഷം ഒരു എന്താ പറയാ, സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത്, രണ്ടാമത്തെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് 10 വീക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, 10 ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോഴും. ആൻഡ് തേർഡ്, മൂന്നാമത്തെ കൊടുക്കുന്നത് 14 ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോഴും. മനസ്സിലായി? അങ്ങനെ DPTയുടെ ആ ഒരു ഷോട്ടുകൾ കൊടുക്കുന്ന ആ ഒരു പ്രായപരിധിയാണ് പറഞ്ഞത്. പ്രായം എന്ന് പറയുമ്പോൾ ഒരു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ 6 ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നു, സെക്കൻഡ് ഡോസ് 10 വീക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, തേർഡ് ഡോസ് 14 വീക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അതിനുശേഷം 18 മന്ത്സ്, 18 മാസം. 18 മാസം എന്ന് പറയുമ്പോ എത്രയായിരിക്കും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. 18 മാസം എന്ന് പറയുമ്പോ 1.5 വയസ്സ്. 1.5 വയസ്സ്. യെസ്, 1.5 ഇയേഴ്സ് ആണ്. 1.5 വയസ്സാണ്. എന്താ പറയാ, 1.5 വയസ്സും പിന്നെ അതിനുശേഷം 4.5 വയസ്സും ഒക്കെ ആകുമ്പോഴേക്കും ഒരു DPTയുടെ ഷോട്ട് ബൂസ്റ്റർ ആയിട്ട് കൊടുക്കണം. ബൂസ്റ്റർ എന്ന് വെച്ചാൽ അതിന് ഇനി വരാതിരിക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ബൂസ്റ്റർ. നമ്മള് മറ്റേ കൊറോണ വന്നപ്പോ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തില്ലേ, ചില അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു സാധനം വന്നല്ലോ, ഒരു ബൂസ്റ്റർ കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ അത് എടുത്തു, ചിലരൊന്നും അത് എടുത്തില്ല അല്ലെ.
അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ തടയാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ആ ഒരു ഷോട്ടും അതിനുശേഷം കൊടുക്കുന്നുണ്ട് അറ്റ് ദ ഏജ് ഓഫ് 18 months, മീൻസ് 1.5 ages അതുപോലെ തന്നെ 4.5 ages. 1.5 വയസ്സിലും 4.5 വയസ്സിലാണ് അതിന്റെ ബാക്കി ബൂസ്റ്റർ കൊടുക്കുന്നത് DQT-യുടെ. മനസ്സിലായി? ഇതൊക്കെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഇതൊക്കെ ഇമ്മ്യൂണിറ്റി, അതായത് ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് ഏത് DPT എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അതിനുശേഷം ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 12 and 14, ഇനി 12-14 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു പ്രായമാകുമ്പോഴേക്കും വീണ്ടും ആ കുട്ടിക്ക് ബൂസ്റ്റർ വീണ്ടും കൊടുക്കുന്നുണ്ട്. ഡിഫ്തീരിയ, ടെറ്റനസ് ഒക്കെ. ഓക്കെ, TB എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പക്ഷെ എന്തിനു കൊടുക്കില്ല? പെർട്ടുസിസിന് ഇല്ല. പെർട്ടുസിസിന് ആ സമയത്ത് കൊടുക്കുന്നില്ല. ഡിഫ്തീരിയക്കും ടെറ്റനസിനും വേണ്ടി മാത്രമാണ് 12 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടും 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടും കൊടുക്കുന്ന ബൂസ്റ്റേഴ്സ്. ക്ലിയർ ആയോ? ഇതൊക്കെ ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ആ ഒരു പാരഗ്രാഫിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങള്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സമയത്ത് എപ്പോഴൊക്കെയാണ് ഡിഫ്തീരിയ, ടെറ്റനസ് അതുപോലെ തന്നെ പെർട്ടുസിസിന് നമ്മള് കുത്തിവയ്പ്പുകൾ കൊടുക്കുന്ന ആ ഒരു സ്റ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോട്ടാ. വായിച്ചു നോക്കിയപ്പോ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ? വായിച്ചപ്പോ ഒന്നുകൂടി ക്ലിയർ ആയില്ലേ? ഓക്കെ. പറഞ്ഞു. ബൂസ്റ്റർ കൊടുക്കുന്നത് ഈ ഡിഫ്തീരിയക്കും ടെറ്റനസും പെർtusസിസും തടയാനാണോ? അതെ. അത് തടയാനാണ്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, യെസ്. അടുത്തത് പോളിയോ മൈലിറ്റിസ്. പോളിയോ മൈലിറ്റിസ് നമ്മൾ അതിനെ ഷോർട്ടായിട്ട് പോളിയോ എന്ന് പറയും. ആണോ? നമ്മൾ പോളിയോ എന്നാണ് പറയാറ്. പക്ഷെ അതിന്റെ ഒരു കറക്റ്റ് ഫുൾ ഫോം അതാണ് പോളിയോ മൈലിറ്റിസ്, അല്ലെങ്കിൽ ഇൻഫന്റൈൽ പാരലൈസിസ് എന്ന് വിളിക്കും. ഇൻഫന്റൈൽ പാരലൈസിസ്, ശിശു പക്ഷാഘാതം അല്ലെ? അതാണ് അതിന്റെ മലയാളം വാക്ക്. ശിശു പക്ഷാഘാതം എന്നാണ്. അതായത് കൊച്ചുകുട്ടികളിൽ ചില എന്താ പറയാ പോളിയോ വാക്സിൻസ് ഒക്കെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കാത്തതിന്റെ ഫലമായിട്ട് ചില എന്താ പറയാ ഒരു രോഗമൊക്കെ വന്നിട്ട് കുട്ടികൾ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വളരെയധികം ശോഷിച്ചൊക്കെ ഇരിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും ഒക്കെ അല്ലെ? പോളിയോ ബാധിതരാണ് അവര്. കാലൊക്കെ ഇങ്ങനെ, കാലിലാണ് കൂടുതൽ കാണാം. അവരുടെ ബോഡിയുടെ മുകളിലെ പാർട്സിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. താഴേക്ക് ഇപ്പൊ നമ്മുടെ വേസ്റ്റിന് താഴെയുള്ള ഭാഗത്തോട്ട് ഇങ്ങനെ ശോഷിച്ച് ഭയങ്കരമായിട്ട് അവരുടെ കമ്പയർ ടു ദർ ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വളർച്ച കാലുകൾക്ക് ഇല്ല. മാത്രമുള്ള കാലുകൾക്ക് അത്രയധികം സ്വാധീനവും ഇല്ലാതെ ആയി പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിനെയൊക്കെ ഇമ്മ്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനത്തരം രോഗങ്ങൾക്ക് വരാതിരിക്കാനാണ് ഈ പോളിയോ മൈലിറ്റിസ് എന്ന് പറയുന്ന വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും നമ്മളുടെ 3 ഡോസുകൾ DPT എന്ന് പറയുന്ന ഡിഫ്തീരിയ, പെർtussis, ടെറ്റനസ് എന്ന് പറയുന്ന ഡോസ് ഒക്കെ കൊടുത്തതിന് ശേഷം എന്താ പറയാ 2 ബൂസ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് കൊടുക്കുക. അത് ഒന്ന് 1.5 ഇയേഴ്സിലും ആൻഡ് സെക്കൻഡ് 4.5 ഇയേഴ്സിലും. ഒന്നാമത്തെ എപ്പോ കൊടുക്കും? 1.5 വയസ്സുള്ളപ്പോഴും, രണ്ടാമത്തേത് 4.5 വയസ്സ് പ്രായമുള്ളപ്പോഴുമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത്? പോളിയോ വാക്സിൻ. DPT ഇതിന് തുടർച്ചയായിട്ട് അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഈ 2 ബൂസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് 1.5 വയസ്സിലും മറ്റൊന്ന് 4.5 വയസ്സിലും. പോളിയോ മൈലിറ്റിസ്, ഇൻഫന്റൈൽ പാരാലിസിസ്, ശിശു പക്ഷാഘാതം എന്നൊന്ന് മലയാളത്തിൽ അവിടെ എവിടെയെങ്കിലും 2 ബൂസ്റ്റർ മിസ് കൊടുക്കാന് 1.5 വയസ്സിൽ 2 ബൂസ്റ്ററാ? അല്ലല്ല, 1.5 വയസ്സിൽ 2 ബൂസ്റ്റർ അല്ലല്ല, ബൈ 2 ബൂസ്റ്റേഴ്സ്. 2 ബൂസ്റ്റേഴ്സ്, ഒന്ന് 1.5 വയസ്സില്, സെക്കൻഡ് 4.5 വയസ്സിൽ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നോക്കിയേ, അയച്ചു നോക്ക്. മിസ് ഇപ്പൊ പോളിയോ കൊടുക്കുന്നുണ്ടോ? പോളിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. 6 ജനുവരിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പോളിയോ ഈ ഡിസ്ട്രിക്റ്റിന് ഉണ്ടായില്ല, ഇടുക്കിക്ക് ഉണ്ടായില്ല. കഴിഞ്ഞ മാസോ അതിന്റെ മുമ്പിലത്തെ മാസോ എപ്പോഴാണ് കൊടുത്തല്ലോ?
പക്ഷെ കൊടുക്കണ്ട പറഞ്ഞു. ആണോ? കേരളത്തിൽ മൊത്തം അതെന്താ? കേരളത്തിൽ ഇപ്പൊ പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കണ്ട. ഇപ്പൊ നമ്മുടെ ഈ പരിസരത്തൊക്കെ അങ്ങനെ കൊടുത്തല്ലോ കഴിഞ്ഞ എന്റെ മോക്ക് കൊടുത്തു പോളിയോ. 3 months. എന്റെ മോക്ക് കൊടുത്തു. നമ്മുടെ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ ചില പ്രദേശത്ത് അങ്ങനെ അത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതന്നെ ഡിസംബറിൽ, അതെ കഴിഞ്ഞ മാസം അത് ഇവിടെ എല്ലാവർക്കും അത് പറയുന്നതിന്റെ അതിന്റെ ഒരു എന്താ പറയാ നമ്മുടെ ഇതിനകത്തൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഹെൽത്ത് സെന്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. അതിലൊക്കെ വന്നല്ലോ പോളിയോ കൊടുക്കണ്ട്, ഇത്ര വയസ്സ് താഴെയുള്ളവരെ കുട്ടികളെ കൊണ്ടുവന്ന് അത് കൊടുക്കണം, 5 years താഴെയുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫർമേഷൻ വരും. അതിവിടെ കഴിഞ്ഞ മാസം വന്നു. അത് തന്നെയാണ് ഞാൻ ഓർക്കേണ്ടത്. ഞങ്ങൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ആണല്ലേ? ഇടുക്കി ഡിസ്ട്രിക്റ്റിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു. ഇടുക്കി എന്താ പറയാ നമ്മളുടെ പോളിയോ ഇല്ലാത്ത ഒരു സ്ഥലമായിരിക്കാം. ചിലപ്പോ അതിന്റെ ഒരെണ്ണം പോലും അല്ലെങ്കിൽ അതിന്റെ ഒന്നും റിപ്പോർട്ട്സ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് കേട്ടോ. യെസ്, അപ്പൊ അതാണ്. ഓക്കെ, അടുത്തത് കൂടി നമുക്കൊന്ന് അങ്ങനെ എടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. മീസിൽസ് എന്താ? മീസിൽസ് അഞ്ചാം പനിയാണ്. അതും ഒരു തരം പനി, പിന്നെ ചുമ, അതിന്റെ കൂടെ തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇവിടെ ബോഡിയിലൊക്കെ ചെറിയ റെഡ് റാഷസ് പോലെയൊക്കെ ചുവന്നൊക്കെ തനിച്ചൊക്കെ വരിക, ഇതൊക്കെയാണ് അഞ്ചാം പനിയുടെ ലക്ഷണങ്ങൾ. അപ്പൊ എന്താ പറയാ ഇത്തരം രോഗങ്ങളൊക്കെ ഇപ്പൊ പണ്ട് ഈ പറഞ്ഞ പോലെ ഈ അഞ്ചാം പനിയൊക്കെ ഈ രോഗങ്ങളൊക്കെ കുറെ പണ്ടാണ്. പക്ഷെ ഇതിനെയൊക്കെ ചെറുക്കാനായിട്ട് ഇമ്മ്യൂണൈസേഷൻ ഒക്കെ കൊണ്ടുവന്നത് പിന്നീട് ഇതൊക്കെ പെരുകാതിരിക്കാൻ അതിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി മരുന്നുകളൊക്കെ അതിനു വേണ്ടി കണ്ടുപിടിച്ചൊക്കെ വന്നപ്പോഴോ ഒരുപാട് കാലഘട്ടങ്ങളൊക്കെ മുമ്പൊക്കെ ഈ രോഗങ്ങളൊക്കെ വന്നിരുന്നിട്ടുണ്ട്. മിക്കവർക്കും എല്ലാവർക്കും തന്നെ അത്തരം രോഗങ്ങളൊക്കെ വന്നത്. പക്ഷെ ഇപ്പൊ കേൾക്കുന്നത് ഇത്തരം രോഗങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും കേൾക്കുന്നത് ഒന്നില്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്സ്, ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന വലിയ വലിയ രോഗങ്ങള്. കൊളസ്ട്രോൾ കൂടി, ഷുഗർ കൂടി എന്നുള്ളതൊക്കെയാണ്. ഈ മീസിൽസും ഇതുപോലെയുള്ള ഡിഫ്തീരിയ പോലെയുള്ള അഞ്ചാം പനി പോലെയുള്ള അസുഖങ്ങളൊന്നും അല്ല കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. കാരണം അതിനൊക്കെ ഇമ്മ്യൂണൈസേഷൻ നമുക്ക് ചെറുതിലെ തന്നെ തരുന്നുണ്ട്. അപ്പൊ മീസിൽസിനെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന വാക്സിൻസ് കൊടുക്കുന്നത് ഫ്രം 9 and 12 months ആണ്. ആൻഡ് ഓൾസോ അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഒരു ബൂസ്റ്ററും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മീസിൽസ് ആൻഡ് റുബെല്ല വാക്സിൻ, ഇത് മൂന്നിനും കൂടി ഒരുമിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് എന്താ പറയാ അടുത്തത് പറയുന്നില്ലേ മീസിൽസ്, റുബെല്ല, മംസ്, ഇത് മൂന്നിനും കൂടി ആയതുകൊണ്ടാണ് അവിടെ MMR വാക്സിൻ പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നുണ്ടോ നിങ്ങള്? MMRന്റെ ഫുൾ ഫോം അതാണ്, മീസിൽസ്, മംസ്, റുബെല്ല വാക്സിൻ കേട്ടോ. മീസിൽസ്, മംപ് എന്താ? മംസ് കേട്ടോ? മുണ്ടിനീര്. അതെ, ഇതും ഇപ്പൊ കാണുന്നില്ല എവിടെയും. ഇതൊക്കെ ഉണ്ടെന്നേ നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് എന്താ പറയാ മുണ്ടിനീരൊക്കെ വരുമ്പോ ഒരു തരം മണ്ണ്, അതിന്റെ ഒരു ചികിത്സ പോലെ മണ്ണൊക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ വെക്കും മുണ്ടിനീര് മാറാനായിട്ട്. ചിലര് വേറെയും രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തോ സാധനം ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കി ചെയ്തതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. മുണ്ടിനീരൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറെ രീതികളൊക്കെയാണ് പറയുന്നിട്ടുണ്ട്. ഇല്ലേ? കേട്ടിട്ടില്ലേ അങ്ങനെ? വാക്സിൻ എടുത്താലും വരില്ലേ മാം ഈ മുണ്ടിനീര്? വാക്സിൻ എടുക്കുന്നവർക്കും വരുന്നില്ലേ? ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞാൽ ഇതൊരു എപ്പിഡമിക് ആണ്, പകർച്ചവ്യാധി രോഗമാണ്. കാര്യം ഈ വാക്സിൻ എന്റെ മോൻ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ മോന് വന്നിട്ടുണ്ടായിരുന്നത് കഴുത്തിന്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പകർച്ചവ്യാധി രോഗമാണ്. നമുക്കത് വരാതിരിക്കാനുള്ളതൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം കൊടുക്കുന്ന വാക്സിൻ കൊടുക്കുന്നവര് എത്രത്തോളം അത് കൊടുക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. എന്തായാലും ചില രോഗങ്ങൾക്ക് ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ആ ഇമ്മ്യൂണിറ്റി ഒക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഇമ്മ്യൂണിറ്റി എന്താ പറയാ നമുക്ക് ഇമ്മ്യൂൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അങ്ങനത്തെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം. എനിക്ക് വന്നിട്ടുണ്ട് മിസ്, എനിക്ക് വന്നിട്ടുണ്ട് ചെറുതിലെ. ഈ ചെവിയുടെ ഇവിടെ ഇങ്ങനെ നീര് വന്നിട്ട് വീങ്ങി ഇങ്ങനെ ഇരിക്കുവായിരുന്നു, കല്ല് ഇങ്ങനെ തടിച്ചിട്ട്. അതെ അതെ. ചെവി വേദന, പല്ലുവേദന എന്നൊക്കെ പറയുന്നത് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനകളാണ്. ബാക്കി എവിടെയെങ്കിലും നമുക്ക് സഹിക്കാം. ചെവിയും പല്ലൊക്കെ വേദന എടുത്താൽ ഈ ഭാഗം മുഴുവൻ എവിടെയാ വേദന നമുക്ക് കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക്
പക്ഷെ എങ്കിലും കാണുമ്പോ ഇവര് ഇങ്ങനെ വീങ്ങി അങ്ങോട്ട് ഇരുന്നിട്ട് നന്നായിട്ട് വീർത്തിരിക്കുമ്പോ അവർക്ക് വാർക്കാൻ പറ്റില്ല, എന്തെങ്കിലും കഴിക്കാൻ അതെ അതെ, ഈ ഉമിനീർ ഗ്ലാൻഡിന്റെയും ചെവിയുടെയും പുറകിലായിട്ട് വരും നീര്. അതെ, ഈ സലൈവറി ഗ്ലാൻഡിന് വരുന്ന ഒരു തരം രോഗമാണത്. ഉമിനീർ ഗ്രന്ഥിയില്ലേ, ആ ഗ്രന്ഥിക്ക് വരുന്ന എന്തോ ഒരു ഡിഫക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഗ്രന്ഥിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊരു MMR നമ്മളുടെ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ, അതിനെ ഇമ്മ്യൂണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻ എന്താ പറയാ 9 to 12 അതുപോലെ തന്നെ ഒരു ബൂസ്റ്റർ കൊടുത്ത് 15 to 18 മാസം വരെ ആ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ കൊടുക്കും. ആൻഡ് ഈ മിസിൽസ് ഉള്ള ഏരിയയില്ലേ, ചില സ്ഥലത്തൊക്കെ ഈ പഞ്ചാബിലേക്ക് ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഏരിയ ഒക്കെ ആണെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സിന്, ആ ഫാമിലി മെമ്പേഴ്സിനും അതൊക്കെ ചിലപ്പോൾ പിടിപെടാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പൊ ചിലപ്പോ എന്താ പറയാ ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീകള് അല്ലെങ്കിൽ കുഞ്ഞിനെ പെട്ടെന്ന് എന്താ പറയാ പ്രസവിച്ചിട്ട് അധിക ദിവസമൊന്നും ഇല്ലാത്ത കുഞ്ഞൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മീസിൽസ് ഒക്കെ ഇത് പെട്ടെന്നൊക്കെ പടർന്നു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത്തരമുള്ള സാധ്യതകളെയൊക്കെ കണ്ടിട്ടാണ് ഡോക്ടേഴ്സ് പ്രൊവൈഡ് ടു പ്രൊട്ടക്ട് ദാറ്റ് ബേബി ഫ്രം ദാറ്റ് മീസിൽസ്. ഈ മീസിൽസ് എന്നൊക്കെ പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ബൂസ്റ്ററും അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, കാരണം കുട്ടിയുടെ അവസ്ഥ കുഞ്ഞു കൊച്ചല്ലേ, അപ്പൊ അതിന്റെ അവസ്ഥയൊക്കെ പെട്ടെന്ന് വലിയ ഇതിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചില സ്ഥലത്തൊക്കെ ചില സമയത്ത് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ചിക്കൻ ബോക്സ് ഒരു പർട്ടിക്കുലർ പ്രദേശത്തുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്ത് പടർന്നു പിടിക്കാൻ സമയം വേണ്ടി വരില്ല, അറിയാതൊക്കെ ഇങ്ങനെ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ കോണ്ടാക്റ്റിൽ വന്ന് പെട്ടെന്ന് പടരും. അതുപോലെ 5-ാം പനിയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ അത് ഇത്തരം കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടുകളിലേക്കൊക്കെ പെട്ടെന്ന് പടർന്ന അത് കുട്ടിയുടെ ആരോഗ്യത്തെയും അതുപോലെ ലൈഫിനെയൊക്കെ വലിയതായിട്ട് ബാധിക്കും. അതില്ലാതിരിക്കാനാണ് അത്തരം ഇഞ്ചക്ഷൻസ് ഈ രീതിയിലും കൊടുക്കുക, അല്ലെങ്കിൽ ജനിക്കുമ്പോ തന്നെ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മീസിൽസ് വരെ എല്ലാവർക്കും മനസ്സിലായിരുന്നു. നമ്മൾ 3 എടുത്തിട്ടുള്ളൂ. ഡിഫ്തീരിയ, പെർട്ടുസിസ് ആൻഡ് ടെറ്റനസ് എന്ന് പറയുന്നതിന്റെ ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പോളിയോ മൈലറ്റിസ് ഇൻഫന്റൈൽ പാരലൈസിസ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടതും മീസിൽസുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന വാക്സിൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻസ്. MMRന്റെ ഫുൾ ഫോം ആണെങ്കിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. മീസിൽസ് മംസ് റുബെല്ല വാക്സിൻ. മീസിൽസ് മംസ് റുബെല്ല വാക്സിൻ. MR മാത്രമുള്ള ഈ മീസിൽസ് റുബെല്ല വാക്സിൻ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. മീസിൽസിനോ റുബെല്ലയ്ക്ക് വേണ്ടി മാത്രം. റുബെല്ല നമ്മൾ പറയും, അത് തരം ഇത് തന്നെയാണ്. ജർമ്മൻ മീസിൽസ് ആണ് റുബെല്ല. നമ്മൾ അടുത്ത ദിവസം പറയും. ഓക്കെ, അപ്പൊ ഇത്ര വരെ കഴിഞ്ഞ ദിവസം ബാക്കി വെച്ചിരുന്ന ഭാഗവും നന്നായിട്ടൊക്കെ വായിച്ചൊക്കെ നോക്കിയിട്ട് വരാട്ടാ അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി ആരാണ് ഒരുങ്ങിയിരിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രീറ്റിനോ വേണ്ടിയിട്ട് റെഡി ടുഡേ? മൂവിയാണ് എന്റെ ഉദ്ദേശം. മോണ്ടിസോറിയിലെ കുട്ടികൾ കുറച്ച് ആക്റ്റീവാണ്, കുറച്ച് എന്താ പറയാ കൂടുതൽ ആക്റ്റീവാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടിയാണ് ഈ ഒരു കടന്നു വന്നത്. ആരാ മാം വോട്ട് ഓഫ് താങ്ക്സ് ആണോ? വോട്ട് ഓഫ് താങ്ക്സ് ആണോ? ക്ലിയർ ആയില്ല, എന്ത് പറഞ്ഞേ? വോട്ട് ഓഫ് താങ്ക്സ് ആണോ? വോട്ട് ഓഫ് താങ്ക്സ് അല്ല, താങ്ക്സ് അല്ല, താങ്ക്സ് വേണ്ട പറയുന്ന കുഴപ്പമില്ല. അതല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ അച്ചു കഴിഞ്ഞ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വാട്ടെവർ, എന്തെങ്കിലും ഒരു കുഞ്ഞു കഥയായിരിക്കാം, നിങ്ങൾ മുമ്പിലേക്ക് വരണം. ഇപ്പൊ കുറച്ചു പേരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ 34 കുട്ടികളാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. എല്ലാവരുടെയും സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ചില കഴിവുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചെറുതോ വലുതോ ആയിട്ടുള്ള ചെറിയ കഴിവുകൾ. ഒരു ചെറിയൊരു പാട്ട് പാടാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കഥ പറയാനായിരിക്കാം. അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യും. നമ്മൾ കുഞ്ഞു സമൂഹത്തിൽ പ്രസന്റ് ചെയ്ത് നമുക്ക് വലിയ വലിയ വേദികളിലേക്ക് എത്തേണ്ടവരാണ്. നമ്മൾ അടക്കം കൂടി ഇരിക്കേണ്ടവരല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആരെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പുകൾ നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത് ഒരാളെ നിശ്ചയിച്ച് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്താൽ നമ്മുടെ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളൊക്കെ വലിയ എക്സ്പേർട്ടുകളായി തരും പല കാര്യങ്ങളിലും. അതുകൊണ്ടാണ്. ആരെയും സെലക്ട് ചെയ്തില്ല? പാട്ട് പാടിയാ മതിയാവോ? മതി.
ഷാനിയാണ് പാടാൻ വേണ്ടി റെഡി ആയിരിക്കുന്നത്. ഷാനി ശനി, ഒന്ന് ശനി. പാടിക്കോ. ശനിയാണ്. ആ, ശനിന്നാണോ? വോയിസ് ഓക്കെ. ശനി. ശനി ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ആക്കാൻ പറ്റുമോ ക്യാമറ? ഓക്കെ. ക്ലിയർ ആണോന്ന് അറിയില്ല വോയിസ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആണ്. ആണോ? ശരി. വലിയ പാട്ടുകാരിയൊന്നല്ല, നല്ല നൈസായിട്ട് വെറുതെ. വെരി ഗുഡ്. ദൂരെ ആരോ പാടുകയാണൊരു ദേവഹിന്ദോളം, സാന്ദ്രമാം നാദം, കാതിൽ മെല്ലെ കിട്ടും ചില്ലുലോലാക്കിൽ, കാതര സ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം, ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ, ശിശിരം പകരും പനിനീർമഴയിൽ വെറുതെ നനയുമ്പോൾ, ദിത്തന ദിത്തന ദിരന ദിത്തിരന ദിത്തന ദിത്തന ദിരനാം, വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിഴൽ പോലെ എന്റെ ഉള്ളിലൊരു മോഹം, അതിനിന്ദ്രനീലലയ ഭാവം, കുങ്കുമമേഘം കുളിരു കൂർക്കുമൊരു മഞ്ഞള പോലെ ഉലാവാം, അമ്പിളിനാദം പതിയെ മീട്ടുമൊരു തമ്പുരു പോലെ തലോടാം. വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അറിയില്ല എന്ന് പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ടടാ. ഞാൻ പറഞ്ഞില്ലേ, സൂപ്പറായി അടിപൊളി സൗണ്ടുമാണ്. നന്നായി പാടി, നല്ല നല്ല ചൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. എന്നിട്ടാ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഒരുപാട് കഴിവുകൾ നമ്മുടെ ഉള്ളിൽ എവിടേക്കോ ഉണ്ട്. ഇതുപോലെ പാടാൻ കഴിയുന്ന നമ്മൾ വിചാരിക്കോ എനിക്ക് പാടാൻ കഴിയോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അതുപോലെ ഓരോരുത്തരും മുമ്പിലേക്ക് വരണം കേട്ടോ. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ശനിയുടേത്. മാത്രമല്ല അറ്റംപ്റ്റ് അല്ല എന്ന് പറയുന്നത്, വളരെ സ്വീറ്റ് വോയിസ്, നല്ല അടിപൊളിയായിരുന്നു ശനി. സോ അപ്പൊ നമുക്കൊരു പാട്ടുകാരി ഉണ്ട്. നമ്മള് പാട്ടുകാരിയെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാട്ട് പാടിക്കാം, അവസരങ്ങളൊക്കെ കിട്ടും. നല്ല നല്ല പാട്ടുകളൊക്കെ പഠിച്ചു വെച്ചോട്ടാ. നന്നായിട്ട് പാടിക്കാ. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, വോയിസും ആയിരുന്നു കേട്ടാ. അപ്പൊ അടുത്ത ദിവസത്തേക്ക് ഇതുപോലെ ആരെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരുങ്ങുക. നിങ്ങൾ എന്നെ ഒന്ന് ഡിസൈഡ് ചെയ്തോ. ഞാൻ ചോദിച്ചായിരുന്നല്ലോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ നിങ്ങൾക്ക്. അപ്പൊ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ എന്നെ പറയുക. അപ്പൊ ഒരാള് ഇങ്ങനെ മുന്നോട്ട് വന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോ ഒന്നോ അല്ലെങ്കിൽ രണ്ടാള് ആയിക്കോ, കുഴപ്പമൊന്നുമില്ല. ഒരാൾ പാട്ടാണെങ്കിൽ ഒരാൾ സ്റ്റോറിയോ, അല്ലെങ്കിൽ യു ക്യാൻ ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായ എന്തെങ്കിലും ഒരു അനുഭവമോ എന്തെങ്കിലും ഒരു അനുഭവം എന്ന് വെച്ചാൽ ചിലപ്പോ നമുക്ക് ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊരു ഷെയർ ചെയ്യണം ഏതെങ്കിലും ഒരു വേദിയിൽ എന്ന് തോന്നി മാറ്റി വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. നമുക്ക് കിട്ടുന്ന അവസരമാണ്. മാത്രമല്ല നമ്മൾ ഇങ്ങനെ കുറെ എന്താ പറയാ ലേഡീസ് ആണല്ലോ, കുറെ പെൺകുട്ടികളാണ്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ചുകൂടി നമുക്ക് നമ്മളുടെ ഇടയിൽ ഒരു ബോണ്ടിങ് ഇന്റിമസി കീപ്പ് ചെയ്യാനും അതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ദിവസം നല്ല നല്ല കാര്യങ്ങൾ ഇതുപോലെ പ്രതീക്ഷിച്ചു വരും കേട്ടാ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഒരുങ്ങി വരും നിങ്ങളുടെ ഇതൊക്കെ കേൾക്കാൻ വേണ്ടി. ഓക്കെ. സോ സീ യു അടുത്ത ദിവസം. ബൈ. Thank you, miss. Thank you, miss. Thank you. Thank you. Thank you. താങ്ക് യു മിസ്. Thank you. Thank you, miss. Thank you, miss. Thank you. Thank you. താങ്ക് യു മിസ്. Okay. Thank you. Bye.